വിവാഹമോചന കേസുകളിൽ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ടെലിഫോൺ സംഭാഷണം പങ്കാളിക്കെതിരെ തെളിവായി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. ഭാര്യയുടെ അറിവില്ലാതെ ടെലിഫോൺ റെക്കോർഡ് ചെയ്യുന്നത് സ്വകാര്യതയിലുള്ള മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കി. ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ഇതിനെ നിയമവിദഗ്ധർ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? ഏത് രീതിയിലാണ് ഈ വിധി ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ? ലക്ഷ്മി, ഈ കേസിന്റെ ഒരു പശ്ചാത്തലം 1955 ഹിന്ദു വിവാഹ നിയമത്തിലെ സെഷൻ 13 പ്രകാരമുള്ള ഒരു കുടുംബ കോടതി വിധിയുമായി ബന്ധപ്പെട്ടാണ്. ഈ വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് കുടുംബ കോടതിയിൽ ഈ ഭാര്യ അറിയാതെ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം തെളിവായി നൽകിയിരുന്നു. കുടുംബ കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഭർത്താവ് അവകാശപ്പെടുന്നതനുസരിച്ച് ഭാര്യയുടെ ക്രൂരത ബോധ്യപ്പെടുത്താൻ വേണ്ടി താൻ രഹസ്യമായി ഈ ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തതാണ് എന്ന് ഭർത്താവ് അറിയിക്കുകയും കുടുംബ കോടതി അത് തെളിവായി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അതിനെതിരെ അപ്പീലുമായി ഭാര്യ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഭാര്യ വ്യക്തമാക്കിയത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഈ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തത്. അത് തന്റെ സ്വകാര്യതയുടെ ലംഘനമാണ് എന്ന് ഹൈക്കോടതിയിൽ വാദം ഉന്നയിച്ചു. ഹൈക്കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഭർത്താവ് പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു കേസിന്റെ, അതായത് വിവാഹമോചന കേസിൽ തെളിവായി ഇത്തരം ഒരു ഫോൺ റെക്കോർഡ് അംഗീകരിക്കാം എന്ന് കോടതി വ്യക്തമാക്കുകയും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കുകയും ചെയ്തത്. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇത്തരത്തിൽ ഭാര്യയുടെ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ടെലിഫോൺ സംഭാഷണം വിവാഹ നടപടിക്രമങ്ങളിൽ തെളിവായി സ്വീകരിക്കാം എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സ്വകാര്യതയുടെ ലംഘനമാണോ എന്നത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ കോടതിക്കുള്ളിൽ തന്നെ നടന്നിരുന്നു. എന്നാൽ കോടതി തന്നെ വ്യക്തമാക്കുന്നത് വിവാഹമോചന കേസാണ്. ഈ വിവാഹമോചന കേസിൽ ഇത് തെളിവായി ഉപയോഗിക്കാം, ഇത്തരത്തിൽ ഒരു ആളുടെ ക്രൂരത ബോധ്യപ്പെടുത്തുന്നതിന് തെളിവായി ഉപയോഗിക്കാം എന്നാണ്. അത് കോടതി വ്യക്തമാക്കുന്നത് തെളിവ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ സംഭാഷണം തെളിവായി റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാം എന്ന് പറയുന്നു. എന്നാൽ മറ്റു കാര്യങ്ങളിൽ ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വകാര്യതയുടെ ലംഘനമാണ് എന്ന് കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഇത്തരം ഒരു കേസുകൾ, വിവാഹമോചന കേസുകളിൽ ഇണയുടെ അല്ലെങ്കിൽ പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്യാം എന്നത് ഒരു സുപ്രീം കോടതിയുടെ തന്നെ ഒരു സുപ്രധാനമായ ഒരു നിരീക്ഷണം തന്നെയാണ്.